Welcome to Garam Masala, the magic spices of cooking. ഗോതമ്പ് ഇടിയപ്പം. ഇന്ന് നമുക്ക് ഗോതമ്പ് ഇടിയപ്പം തയ്യാറാക്കിയെടുക്കാം. ഒരു ഹെൽത്തി ബ്രേക്ക്ഫാസ്റ്റ് ഡിഷാണിത്. ഇതിനു വേണ്ടി ഞാൻ 1 കപ്പ് ഗോതമ്പ് പൊടിയാണ് എടുത്തിട്ടുള്ളത്. ഇതിന്റെ കൂടെ നമുക്ക് 1/4 കപ്പ് അരിപ്പൊടി കൂടെ എടുക്കാം. ഇത് ഓപ്ഷണൽ ആണ്. ഇനി നമുക്ക് ഗോതമ്പ് പൊടിയെ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം. ഗോതമ്പ് പൊടിയെ നമുക്കൊരു വെസലിലോട്ട് എടുക്കാം. ഇതിനെ നമുക്ക് മീഡിയം ഫ്ലെയിമിൽ വെച്ച് 5 മിനിറ്റ് റോസ്റ്റ് ചെയ്തെടുക്കാം. ഇതിനെ ഇളക്കിക്കൊണ്ടേയിരിക്കണം, കരിഞ്ഞു പോകരുത്. 5 മിനിറ്റിന് ശേഷം നമുക്കിതിലോട്ട് അരിപ്പൊടി ചേർത്ത് കൊടുക്കാം. നമുക്കിത് ഒന്നുകൂടെ ഇളക്കി കൊടുക്കാം. 1/2 മിനിറ്റോളം ഇളക്കിയാൽ മതി. ഇതിലോട്ട് നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കണം. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഈ പൊടിയിലോട്ട് നമുക്ക് തിളച്ചുകൊണ്ടിരിക്കുന്ന വെള്ളം ഒഴിച്ചു കൊടുക്കണം. ആവശ്യാനുസരണം വെള്ളം ഒഴിച്ചു കൊടുക്കാം. നമ്മൾ സാധാരണ ഇടിയപ്പം തയ്യാറാക്കുന്നത് പോലെ തന്നെയാണ് ഗോതമ്പ് ഇടിയപ്പത്തിനും മാവ് തയ്യാറാക്കി എടുക്കേണ്ടത്. കുറേശ്ശെ വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി. നന്നായി മിക്സ് ചെയ്തെടുക്കണം. ഞാനിവിടെ 1 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇതാണ് നമ്മുടെ മാവിന്റെ പരുവം. ഇനി നമുക്കിതിനെ അടച്ചു വെക്കാം. ഇതിനെ 15 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെക്കണം. ആ സമയം കൊണ്ട് നമുക്ക് ഇടിയപ്പം പ്രസ്സിനെ ഗ്രീസ് ചെയ്തെടുക്കാം. ഞാനിവിടെ ഇടിയപ്പം തയ്യാറാക്കാൻ വേണ്ടി ഇഡലി തട്ടാണ് എടുക്കുന്നത്. ഇതിനെ കൂടെ നമുക്ക് ഗ്രീസ് ചെയ്ത് വെക്കാം. പതിനഞ്ച് മിനിറ്റിന് ശേഷം ഇടിയപ്പം മാവിനെ നമുക്ക് കുഴച്ചെടുക്കണം. മാവ് നല്ല ചൂടുണ്ട്. കൈ ഉപയോഗിച്ച് കുഴച്ചെടുക്കാം, അല്ലെങ്കിൽ ഇതുപോലെ പ്രസ് ചെയ്തെടുത്താൽ മതി. നമ്മുടെ മാവ് നല്ല സോഫ്റ്റ് ആയി വന്നിട്ടുണ്ട്. ഇനി ഈ മാവിൽ നിന്ന് നമുക്കൊരു ബോൾ എടുക്കാം. ഈ മാവിനെ നമുക്ക് ഇടിയപ്പം പ്രസ്സിലോട്ട് വെക്കാം. ഗ്രീസ് ചെയ്ത് വെച്ചിട്ടുള്ള ഇഡലി തട്ടിലോട്ട് നമുക്കിതിനെ പ്രസ് ചെയ്തെടുക്കാം. ഇടിയപ്പം സ്റ്റീമർ പ്ലേറ്റ് ഉപയോഗിച്ചാലും മതി. ഓരോ കുഴിയിലും കുറച്ച് വീതം പ്രസ് ചെയ്തെടുത്താൽ മതി. ഓവർ ക്രൗഡ് ആവരുത്. ഇതുപോലെ നമുക്ക് അടുത്ത പ്ലേറ്റ് വെക്കാം. ആദ്യം നമ്മൾ ഇടിയപ്പം തയ്യാറാക്കിയ ഭാഗത്ത് വേണം അടുത്ത പ്ലേറ്റിന്റെ ഹോള് വെക്കാൻ. എങ്കിൽ മാത്രമേ എല്ലാ ഭാഗത്തും സ്റ്റീം പെട്ടെന്ന് എത്തുകയുള്ളൂ. എല്ലാ ഇഡലി തട്ടിലും നമുക്ക് ഇടിയപ്പം പ്രസ് ചെയ്തെടുക്കാം. നമ്മുടെ സ്റ്റീമർ തയ്യാറായിട്ടുണ്ട്. ഇനി നമുക്ക് ഇടിയപ്പത്തെ സ്റ്റീം ചെയ്തെടുക്കാം.
8 മുതൽ 10 മിനിറ്റ് വരെ സ്റ്റീം ചെയ്തെടുക്കണം. നമ്മുടെ ഇടിയപ്പം തയ്യാറായിട്ടുണ്ട്. നമുക്കിതിനെ സ്റ്റീമറിൽ നിന്ന് മാറ്റാം. ഇതുപോലെ സ്റ്റീമറിൽ ഡയറക്റ്റ് പ്രസ് ചെയ്ത് ഇടിയപ്പം സ്റ്റീം ചെയ്തെടുക്കുകയും ചെയ്യാം. 1-2 മിനിറ്റിനു ശേഷം നമ്മുടെ ഇടിയപ്പത്തിനെ നമുക്ക് സെർവിംഗ് പ്ലേറ്റിലോട്ട് മാറ്റാം. അങ്ങനെ നമ്മുടെ ഹെൽത്തിയും ടേസ്റ്റിയുമായ ഗോതമ്പ് ഇടിയപ്പം തയ്യാറായിട്ടുണ്ട്. നമുക്കിതിനെ ചൂടോടുകൂടെ തന്നെ സെർവ് ചെയ്യാം. താങ്ക് യു.